ഇപ്പോൾ ഈ ജയിൽ നോമിനേഷൻ 4 പേരെ എടുത്തല്ലോ. അപ്പോൾ അത് 2 പേര് വെച്ചിട്ട് അവർ വന്ന് ഓരോ ടീമായിട്ട് ഒരു ടീമിൽ 2 പേര്, അങ്ങനെ 2 ടീം, അങ്ങനെ 4 പേര്. അപ്പോൾ ഈ 2 ടീമിനെ വെച്ചിട്ട് ഒരു മത്സരം അവരവിടെ കാണിക്കുക. ഈ ഒരു ചരടി കൂടെ ഇങ്ങനെ ബ്രഷ് ഇങ്ങനെ വീഴാതെ കൊണ്ടുവന്ന് അവിടെ സെൻട്രൽ ഒരു ടേബിൾ വെച്ചിട്ടുണ്ട്. അവിടെ ഒരു കപ്പ് പോലെ വെച്ചിട്ടുണ്ട്, ഒരു ഗ്ലാസ് ജാർ മാതിരി. അപ്പോൾ അതിലിങ്ങനെ ഈ ബ്രഷ് വീഴാതെ ഇടണം. അപ്പോൾ കൂടുതൽ ബ്രഷുകൾ അതിനകത്ത് സേവ് ചെയ്യുന്നവർ വീഴാതെ അതിനകത്ത് വയ്ക്കുന്ന ടീം വന്ന് സേഫ് ആകും. അങ്ങനെയാണ്. അപ്പോൾ അതിൽ വന്ന് ജിൻഡോയും ഗബ്രിയും ഒരു ടീമായിട്ട് വന്നു. അപ്പോൾ ഈ ടീമിനെ സെലക്ട് ചെയ്യുന്നതൊക്കെ വീട്ടിലുള്ള അംഗങ്ങളാണ്. അപ്പോൾ ആരൊക്കെ വന്ന് വേണമെന്ന് സിജോയും അഭിഷേകും ഒരു ടീമിൽ വന്നു. അതിൽ വന്ന് ഈ കളിയിൽ വന്നിട്ട് കൂടുതൽ ബ്രഷൊക്കെ ഇട്ട് സേഫായത് ജിൻഡോയും ഗബ്രിയ. അങ്ങനെ ഈ പ്രാവശ്യത്തെ ജയിലിൽ പോകാൻ അർഹതപ്പെട്ടത് നമ്മുടെ സിജോയും അഭിഷേകുമാണ്. അപ്പോൾ അവരാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി അവരെ ജയിലിലേക്ക് വിടണം. ഈ സമയം തന്നെ ബിഗ് ബോസ് വീട്ടിനകത്ത് അവിടെ ഇവിടെയൊക്കെ 2-3 പേരിരുന്ന് നല്ല ചർച്ചകളാണ് കേട്ടോ. നേരത്തെ മാതിരിയല്ല. ഓരോരോ കാര്യം ഓരോ പ്ലേയേഴ്സിനെ കുറിച്ചും എല്ലാം ഓരോരോ കാര്യങ്ങൾ അവരൊക്കെ ചെയ്യുന്നതും എല്ലാം ഇങ്ങനെ മാറി മാറി ഇരുന്നും കിടന്നും നിന്നും എല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ ഗബ്രിയും ജാസ്മിനും കൂടെ കട്ടിലിൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. സീരിയസ് ആയിട്ടുള്ള മാറ്ററുകളാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം കാര്യം എന്താണെന്ന്, ഇപ്പോൾ ഈ ബിഗ് ബോസ് ഈ 50 എപ്പിസോഡ് കഴിഞ്ഞല്ലോ. അപ്പോൾ ഇനിയും പഴയതുപോലല്ല, കുറച്ച് സീരിയസ് ഒക്കെ ആകണം ഈ കളിയിലെ. അപ്പോൾ എല്ലാവർക്കും കപ്പ് മേടിക്കണമെന്നുള്ള ഒരു ആഗ്രഹമാണല്ലോ. അങ്ങനെയുള്ള ചർച്ചയിലൊക്കെയാണ് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ റസ്മിൻ ഇവർ ഇടയിലോട്ട് കയറി വന്നിട്ട്, അപ്പോൾ ഈ റസ്മിൻ വന്നപ്പോൾ തന്നെ ഗബ്രി ഒരുമാതിരി ഉണ്ട്. ഗബ്രിക്ക് അത് ഫേസൊക്കെ കാണുമ്പോഴേ ഗബ്രി ഇങ്ങനെ നോക്കാത്ത മാതിരി തല ചരിച്ചിരിക്കുന്നു. അപ്പം റസ്മിൻ അവിടെ ഇരുന്ന് ജാസ്മിനോട് എന്തോ കാര്യങ്ങൾ, ആരെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ അവിടെ സംസാരിക്കുന്നു. ഗബ്രി ഇത് വന്നിട്ട് അത്ര ശ്രദ്ധിക്കാത്ത മാതിരി തല തിരിച്ചിരിക്കുക ചെയ്യുന്നു. അവിടെ നിന്ന് ഇത് പറഞ്ഞതിന് ശേഷം റസ്മിൻ പോകുന്നു. പിന്നെ നമ്മൾ നോക്കുമ്പം ഈ ഗബ്രിയും സിജോയും ഒരിടത്തിരുന്ന് സീരിയസ് ആയിട്ട് ഈ ബിഗ് ബോസ് വീട്ടിലെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അവിടുന്ന് ജാസ്മിൻ നടന്നു വന്ന് അവർ ഈ ഓപ്പൺ പ്ലേസിൽ എവിടെയോ ഇരിക്കുന്നത്. അപ്പം ജാസ്മിൻ അവിടോട്ട് നടന്നു വന്ന് ഗബ്രിയെ വിളിക്കുന്നു, ഇങ്ങോട്ട് വന്നിട്ട് പോകുന്നു പറയുന്നു. ഗബ്രി അപ്പോൾ അങ്ങോട്ട് വന്നപ്പോൾ ഇവർ തമ്മിൽ എന്തോ കാര്യം ഇങ്ങനെ പറയുന്നു. സിജോയുടെ പേര് പറഞ്ഞെന്ന് തോന്നുന്നു. സിജോയെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണെന്നാണ് എനിക്കത് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ എന്തോ പറഞ്ഞേക്കുന്നു, ആരോ പറഞ്ഞ മാതിരിയൊക്കെ. അപ്പം ഗബ്രി ഇത് കേട്ട് ഗബ്രിയും അതിനെ എന്തോ പറഞ്ഞിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും പോയി. അതിനുശേഷം പിന്നെ നമ്മൾ കുറേ കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കിന് ഈ ഗബ്രിയും ജാസ്മിനും കൂടെ ഒരിടത്തിരുന്നിട്ട് അവർ തമ്മിൽ തർക്കവും പ്രശ്നമൊക്കെ നടക്കുന്നു. അങ്ങനെ പറയുമ്പോൾ ഇവർ തമ്മിൽ അപ്പം ജാസ്മിൻ വിളിച്ചല്ലോ, ഗബ്രിയെ വിളിച്ച് എന്തോ ഒരു കാര്യം പറഞ്ഞില്ല. ആ ഒരു കാര്യം തന്നെയാണ്. ആ കാര്യത്തിൽ ഇപ്പോൾ ഗബ്രി പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ജാസ്മിൻ പറയുന്നു, നീ എങ്ങനല്ല, ഞാൻ അങ്ങനല്ല പറഞ്ഞേ, അത് നീയാ പറഞ്ഞേ, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ജാസ്മിൻ എഴുന്നേറ്റിട്ട് നേരെ നിന്ന് പറഞ്ഞു, ഗബ്രി നീ നുണ പറയല്ലേ കേട്ടോ എന്ന് പറഞ്ഞു. ഈ നുണ പറയലെന്ന് പറഞ്ഞപ്പോൾ ഗബ്രിക്ക് ഭയങ്കര ദേഷ്യം. നുണ പറഞ്ഞിട്ട് എനിക്കൊന്നും സാധിക്കാനില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഗബ്രിയാണ് നീ നുണയാന്ന് വിളിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം ജാസ്മിൻ പറയുന്നു, നുണ പറയില്ലെന്ന് പറയുന്നതും നുണയാന്ന് വിളിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടെന്നും പറഞ്ഞിട്ട് അവിടെ. എന്നിട്ട് ജാസ്മിൻ ഇച്ചിരി ഒച്ച വെച്ചപ്പോഴത്തേന് ഗബ്രിയാണ് അതിൻ്റെ അപ്പുറം ഒച്ച വെച്ചിട്ട് പറഞ്ഞു, നീ അവരെയൊക്കെ കേൾപ്പിക്കാനാണ് പറയുന്നെങ്കിൽ ഞാനും അവരെ കേൾപ്പിക്കുമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ വഴക്കാണ്. കഴിഞ്ഞപ്പം ജാസ്മിൻ അങ്ങ് അടങ്ങി. ജാസ്മിനെ അടക്കാൻ ഗബ്രിക്ക് നന്നായിട്ട് അറിയാം. സത്യം പറഞ്ഞാൽ ആ ജാസ്മിൻ നമ്മൾ പറയുന്ന കൂട്ടല്ല കേട്ടോ. ഈ ഗബ്രിയുടെ ജാസ്മിൻ്റെ ആ ഒരു വഴക്ക് കാണേണ്ടത് തന്നെയാണ്. അപ്പോൾ അവിടെയാണ് അവരുടെ ആ ഫേസ് എക്സ്പ്രഷനൊക്കെ കാണേണ്ടത് തന്നെയാണ് ജാസ്മിൻ്റെ. സത്യം പറഞ്ഞാൽ ഗബ്രി അത് തിരിച്ചു മറിച്ച് പറയുന്ന മാതിരി ആ ജാസ്മിൻ്റെ ആ ഒരു പറച്ചിലും ആ ഒരു ഇതൊക്കെ കണ്ടിട്ട് അവിടുന്ന് 2 പേരും കൂടെ ഒച്ചപ്പാടും ബഹളവും പരസ്പരം ഉണ്ടാകുന്നുണ്ട്. ഒരാളെ തണുക്കുമ്പോൾ ഒരാളെ ചൂടാകും, ഒരാളെ ചൂടാകുമ്പോൾ ഒരാളെ തണുക്കും. അപ്പോഴത്തേക്കിന് വന്നിട്ട് ഞാൻ അവളോട് ചോദിക്കുവാന്ന് പറഞ്ഞുകൊണ്ട് ഗബ്രി ചാടിത്തുള്ളി എഴുന്നേറ്റ് അങ്ങോട്ട് പോകുമ്പോൾ ഓടി ജാസ്മിൻ പോയി മുന്നിൽ ഇരുന്നിട്ട്, നീ ഇപ്പോൾ ചോദിക്കേണ്ട, ഇപ്പോൾ ചോദിച്ചാൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് നീ ഇപ്പോൾ ചോദിക്കണമെന്ന് ജാസ്മിൻ അവിടെ പിടിച്ച് നിർത്തി. അതിനുശേഷം ഗബ്രി അത് നീ മിണ്ടായിരുന്നോണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്ന് പിന്നെ അവിടെ പോയിരിക്കുന്നു. പിന്നെയും ജാസ്മിൻ കൂടെ പോയി അവിടെ ഇരുന്നിട്ട് പിന്നെ അവർ തമ്മിൽ അതിൻ്റെ സംസാരം. ഇതെന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു റസ്മിനാണ് റസ്മിനെ ഇപ്പോൾ ഇതിനകത്തെ പ്രതി.
അപ്പോൾ റസ്മിനെ എന്തോ കാര്യം പറഞ്ഞില്ലേ, ആ കാര്യം വെച്ചിട്ട് ആരെക്കുറിച്ച് എന്തോ പറഞ്ഞതൊക്കെ വെച്ചിട്ടാണ് ഇവിടെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താവുമെന്ന് അറിയത്തില്ല. വലിയ സീരിയസ് പ്രശ്നം ഇവരുടെ ഇടയിൽ, രണ്ടുപേരുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആണെങ്കിൽ സ്കീ ഐസ്ക്രീമിൻ്റെ ഒരു ഗെയിം, അതാണെങ്കിൽ നമ്മൾ ഈ നാടകം കാണുന്ന പോലൊക്കെ തന്നെ ഇരിക്കുവേ. അതിലാണെങ്കിൽ 2 വിഭാഗമായിട്ട് തിരിയണം ഇവരെല്ലാം. അതിൽ ഒരു വിഭാഗം ഒരു ഡ്രാമ മാതിരി ഒന്ന് ചെയ്യും, മറ്റേ വിഭാഗവും അങ്ങനെ. അപ്പോൾ ആദ്യത്തേലാണെങ്കിൽ നമ്മുടെ ഗബ്രിയും പിന്നെ ഹൃഷിയും. ഗബ്രിയാണ് ചെറുക്കൻ, പെണ്ണ് കാണാൻ വരുന്ന ചെറുക്കന്. കൂടെ വരുന്ന ദല്ലാളായിട്ടാണെന്ന് തോന്നുന്നു ഹൃഷി. എന്നിട്ട് പിന്നെ ഇവരുടെ വീട്ടിൽ ഈ പെണ്ണായിട്ട് വന്നിട്ട് നന്ദന, പെണ്ണിൻ്റെ അച്ഛൻ അർജുന്, അമ്മ ശ്രീരേഖ, മുത്തശ്ശി അൻസിബ, അങ്ങനെയാണ്. നന്നായിട്ട് നമ്മളൊരു നാടകം കാണുന്ന ഫീലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലാണെങ്കിൽ ചെറുക്കൻ വന്നിരിക്കും. അപ്പോൾ പെണ്ണാണെങ്കിൽ ആദ്യം വെള്ളം കൊണ്ട് കൊടുക്കുമ്പോൾ ചെറുക്കനാണെങ്കിൽ ദലാലിനോട് പറയും, പിന്നെ എനിക്കിഷ്ടപ്പെട്ടില്ല ഈ പെണ്ണിനെ, വേണ്ട എന്നൊക്കെ പറയും. അത് കഴിയുമ്പോഴത്തേക്കിന് വീട്ടിലുള്ളവർ വലിയ നന്നായി വിഷമിക്കുക. തിരിച്ച് ദല്ലാൾ ഒന്നും കൂടെ പിടിച്ചുകൊണ്ട് വന്ന് അവിടെ ഇരുത്തും. അപ്പോഴത്തേക്കിന് സ്കീ ഐസ്ക്രീം കൊണ്ടുവന്ന് കൊടുക്കും പെണ്ണ്. അപ്പോൾ ഈ സ്കീ ഐസ്ക്രീം കഴിച്ച് കഴിയുമ്പോഴത്തേന് ചെറുക്കൻ പെണ്ണിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഐസ്ക്രീം കഴിക്കുന്നു. കൂടെ ആ പെണ്ണിന് വന്നിട്ട് ഐസ്ക്രീം വായി വെച്ച് കൊടുക്കുന്നു. അങ്ങനെ വന്നിട്ട് അത് ഇഷ്ടപ്പെട്ടു, അങ്ങനെ ആ കല്യാണം സംഭവിച്ചു. ഇതെന്താണെന്ന് സ്കീ ഐസ്ക്രീമിൻ്റെ ഒരു ഇതായിരുന്നു, ഇന്നത്തെ അവരുടെ ടാസ്ക് ഇതായിരുന്നു. അപ്പോൾ ഇവരെ ഈ ഒരു കൂട്ടറെ കഴിഞ്ഞു. അതിന് ശേഷം പിന്നെ അടുത്ത ടീമും ഇതിൻ്റെ ഒരു ഡ്രാമ മാതിരി ഒന്ന് കാണിച്ചു. അത് വന്നിട്ട് നമ്മുടെ ശരണ്യയും ജിൻഡോയും ഒക്കെ 2 പേരും ഐസ്ക്രീം പാർലറിൽ വന്ന് ഐസ്ക്രീം കഴിക്കാനൊക്കെ ഓപ്പൺ ഏരിയയാണ്. അപ്പോൾ അവിടെ ഇരിക്കുമ്പം പിന്നെ ഈ ലേഡീസ്, ഈ ഐസ്ക്രീം പാർലർ ലേഡീസ് വന്നിട്ട് നിറയെ ഫ്ലേവേഴ്സ് ഉണ്ട്, ഏതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടിയെന്നൊക്കെ ചോദിക്കും. അങ്ങനെയൊക്കെ അതിലാണെങ്കിൽ ജാസ്മിന്, ശ്രീതു, പിന്നെ റസ്മിൻ, ഇവരെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പിന്നെ അവർ ഐസ്ക്രീമും കഴിച്ചിട്ട് ഹായ് നന്നായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയും. ജിൻഡോയും ശരണ്യയും ഒരു കപ്പിൾസ് മാതിരി വന്നിരിക്കുന്ന മാതിരിയാണ് കാണിക്കുന്നത്. പിന്നെ അതിന് ശേഷം പിന്നെ അവർ പോകാൻ നേരം നിറയെ ഫ്ലേവേഴ്സൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴത്തേനും അവർ എല്ലാ ഫ്ലേവറിൻ്റെ ഓരോ ടിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നതായിട്ടൊക്കെയാണ് അത് കാണിക്കുന്നത്. പിന്നെ ഇതിനാണെങ്കിൽ രതീഷ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. കാര്യം ബിഗ് ബോസ് അതിനകത്ത് ഇവരെ ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോഴേ രതീഷ് അത് കണ്ടക്ട് ചെയ്യണമെന്നുള്ളതൊക്കെ അറിയിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ പിന്നെ വിധികർത്താക്കളുണ്ടായിരുന്നു 4 പേര്. അങ്ങനെ പിന്നെ ഇതിലാണെങ്കിൽ ആദ്യത്തെ ടീമിനാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. നമ്മുടെ അർജുനും ഗബ്രിയും ഒക്കെ ഈ പെണ്ണ് കാണൽ അതുമാതിരിയുള്ള അതിനായിരുന്നു ഫസ്റ്റ് പ്രൈസ്. അപ്പോൾ കുറേ ഐസ്ക്രീമൊക്കെ അവർക്ക് കിട്ടി. അവർക്ക് ഇന്ന് കുശാല നിറയെ ഐസ്ക്രീം കഴിക്കാം. അപ്പം ഈ സ്കീ ഐസ്ക്രീം ഇപ്പോൾ ചൂടൊക്കെ അല്ലേ, കുഞ്ഞുങ്ങൾക്കും ഒക്കെ നമുക്ക് ആയിട്ട് വെളിയിലൊക്കെ പോകുമ്പോൾ ഐസ്ക്രീം കഴിക്കണമെന്ന് തോന്നിയാൽ നിങ്ങൾ സ്കീ ഐസ്ക്രീം ചോദിച്ച് മേടിക്കുക. എല്ലാ ഐസ്ക്രീം പാർലറിലും ഇപ്പോൾ ഒക്കെ വന്നിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, ചോദിച്ചാലേ അറിയത്തുള്ളൂ. അപ്പോൾ നല്ലതാണെന്ന് തോന്നുന്നു. നമ്മളെപ്പോഴും നല്ല എന്താ പറയുന്നത്, നല്ല ഹൈജീനിക്കായിട്ടുള്ളതല്ലേ കഴിക്കാനും കുട്ടികൾക്കൊക്കെ മേടിച്ച് കൊടുക്കാനും ഇഷ്ടപ്പെടുത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ നോക്കുമ്പോൾ സ്കീ ഐസ്ക്രീം നല്ലതായിട്ട് എനിക്കും തോന്നുന്നു. അപ്പോൾ നിങ്ങളും ഒക്കെ ഇനി വെളിയിലൊക്കെ പോകുമ്പോൾ ഒരു ഐസ്ക്രീം ഒക്കെ കഴിക്കണം, അല്ലെങ്കിൽ കുട്ടികൾക്ക് വാങ്ങിക്കൊണ്ട് വന്നൊക്കെ കൊടുക്കണമെന്ന് തോന്നിയാൽ സ്കീ ഐസ്ക്രീം മേടിക്കാൻ ഓർത്ത് വയ്ക്കുക, അത് മേടിക്കുക. SKEI സ്കീ. ഇന്നത്തെയാണ് ജയിൽ നോമിനേഷനിൽ വന്നിരിക്കുന്ന സിജോയും അഭിഷേകുമാണല്ലോ. അപ്പോൾ സിജോയെ അഭിഷേകിനെയും കൂടി ഇപ്പം ജയിലിലേക്ക് ആക്കിയിട്ടുണ്ട് എല്ലാവരും. പക്ഷേ ആർക്കും അത്ര വലിയ താല്പര്യമൊന്നുമില്ല ഇവരെ 2 പേരെയും ജയിലിവിടെ. എല്ലാവരും പ്രതീക്ഷ ഗബ്രിയും ജിൻഡോയാണ്. പക്ഷേ എന്തോ അവർ ആ ടാസ്കിൽ ജയിച്ചിട്ടേ അതങ്ങ് മാറ്റിമറിച്ചു അവരുടെയൊക്കെ ആഗ്രഹങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അഭിഷേകും സിജോയും ജയിലിലേക്ക് പോവാൻ ജയിൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവരെ ജയിലിലേക്ക് വിടാനാണെങ്കിൽ ഇവർക്കെല്ലാം വലിയ മടിയാണ്. അങ്ങനെ അവിടുത്തെ ഒരു ഭയങ്കര രസമായിരുന്നു, നല്ലൊരു കോമഡി പോലെ തോന്നിയിരുന്നു ജയിലിൽ പോയത്. ജിൻഡോയാണെങ്കിൽ വെളിയിൽ ഇങ്ങനെ ജയിലിൻ്റെ ജനലിൽ പിടിച്ചുകൊണ്ട് വെളിയിൽ നിന്ന് നോക്കുന്നു. അപ്പോൾ അഭിഷേക് പറയുന്നു അതുകൊണ്ട് ജയിലിൽ കിടക്കേണ്ട ആളാണ് അവിടെ നിൽക്കുന്നതെന്നൊക്കെ പറയുന്നു. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ ഇത് കുറേ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചു.